ഇന്ന് നമ്മൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിൻ്റെ ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ദ്വിമാന സമവാക്യം എന്ന് പറയുന്നത്. ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം, അതായത് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്തുവാ? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ 0 എന്നുള്ളതാണ്. അതിനകത്ത് എക്സിൻ്റെ ടേബിൾ കണ്ടല്ലോ, ആദ്യം സ്ക്വയർ ആണ്, പിന്നെ 1 ആണ്, പിന്നെ ഇവിടെ 0 ആണ്. ഇവിടെ x⁻0 എന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതാണ് x² പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ 0. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതായത് ഇതിൻ്റെ ഇതിൻ്റെ മൂല്യം കാണാനായിരിക്കും ചോദിക്കുന്നത്, എക്സിൻ്റെ മൂല്യം കാണാനായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ സോൾവ് എന്ന് പറഞ്ഞായിരിക്കും തരുന്നത്. പിന്നെ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെ എങ്ങനെ മനസ്സിലാക്കുന്നത്? സ്ക്വയർ ഉള്ളതെല്ലാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഈ എക്സിൻ്റെ സ്ക്വയറിൻ്റെ ഇപ്പുറം കിടക്കുന്ന സ്ക്വയറിൻ്റെ ഇപ്പുറം കിടക്കുന്നതായിരുന്നു 3 കാര്യങ്ങൾ എടുത്ത് എഴുതണം. എയും ബിയും സിയും. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ എയും ബിയും സിയും ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് x² ഇപ്പുറം കിടക്കുന്ന നമ്പറാണ് എ എന്ന് പറയുന്നത്, എക്സിന് ഇപ്പുറം കിടക്കുന്ന നമ്പറാണ് ബി എന്ന് പറയുന്നത്, സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറ്റമുള്ള നമ്പർ കോൺസ്റ്റൻറ്റ്. ഇതിനകത്ത് പ്ലസോ മൈനസോ ഉണ്ടെങ്കിൽ ആ മൈനസ് ആ സൈൻ കൂടി അതിനകത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പ്രോബ്ലം തെറ്റും. ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ -2x ആയിരുന്നെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ -2 എന്നല്ലേ ഞാൻ. ഇവിടെ -1 ആയിരുന്നെങ്കിൽ -1 എന്ന് എടുത്തേക്കണം, അത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഉണ്ട്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x = -b പ്ലസ് / (√b² - 4ac / 2a). അതിനകത്ത് ഈക്വൽ -b എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് / (√b² എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ ആണ്, -4ac 4 × a × c. a എന്ന് പറഞ്ഞാൽ 1 ആണ്, c എന്ന് പറഞ്ഞാൽ 1 ആണ്. അതെല്ലാം അതിനകത്ത് കൊടുക്കുന്നു. / (2a) 2a എന്ന് പറഞ്ഞാൽ 2 × 1. ഇനി ഇതിനെ അങ്ങ് സോൾവ് ചെയ്ത് നമ്മൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കും. -2 പ്ലസ് / (2ൻ്റെ സ്ക്വയർ) √2ൻ്റെ സ്ക്വയർ 4 ആണ്, -4 × 1 = 4 എന്ന് പറഞ്ഞ് കിട്ടും, / 2 × 1 2 എന്ന് പറഞ്ഞ് കിട്ടും. അതിനുശേഷം -2 പ്ലസ് / ഇതിൻ്റെ ആൻസർ 0 എന്ന് പറഞ്ഞിട്ട് √0/2 എന്ന് പറഞ്ഞ് കിട്ടും. അതിനുശേഷം -2/2 എന്ന് പറഞ്ഞെടുത്തിട്ടും നമ്മൾ വെട്ടുമ്പോൾ -1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ ഈ ചാപ്റ്റർ പഠിച്ചാൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ, ടാൻജൻറ്റ്, അതുപോലെ തന്നെ പോളിനോമിയൽ, ഇങ്ങനെയൊക്കെയുള്ള ചാപ്റ്ററുകളെല്ലാം നമുക്ക് ഈ ചാപ്റ്റർ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ നല്ലപോലെ പഠിച്ചാൽ ആ ചാപ്റ്ററിൽ കുറേ പ്രോബ്ലംസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും.